കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും BJPയും ഒന്നും ആക്കാൻ ശ്രമിക്കണ്ട എന്ന് ജി സുകുമാരൻ നായരുടെ ഒരു വാർത്തയുണ്ടായിരുന്നു. ആ വാർത്തയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്കത് കേട്ടപ്പോൾ തോന്നിയൊരു സാധനമാണ്. അതായത് ജി സുകുമാരൻ നായർ എപ്പോഴാണ് ഇങ്ങനെ ഒരു വർത്തമാനം പറയാൻ തുടങ്ങിയത്? സമദൂരം എന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുന്നുണ്ടോ എന്ന് പലപ്പോഴും ജനങ്ങൾക്ക് തന്നെ അല്ലെങ്കിൽ സമുദായത്തിന് തന്നെ തോന്നിയിട്ടുണ്ട് പലവട്ടം. അങ്ങനെയുള്ള സമുദായ ആചാര്യൻ എന്ന് സ്വയം പ്രഖ്യാപിത സുകുമാരൻ നായർ എന്ത് ഹിഡൻ അജണ്ടയാണ് ഉപയോഗിക്കുന്നത് എന്ന് താങ്കൾക്ക് തോന്നുന്നു? ഇതിൽ പലതരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട്. ഇങ്ങനെ ഹിഡൻ അജണ്ടകൾ, സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്ന് ഒരുപാട് ആരോപണങ്ങൾ. ഒരിക്കലും ഒരു NSS ജനറൽ സെക്രട്ടറിക്ക് നേരെ ഇതുവരെ വരാത്ത തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ അതിലേക്ക് പോകണ്ട, കാരണം നമ്മുടെ കയ്യിൽ അതിന് തെളിവില്ലാത്തടത്തോളം വ്യക്തിഹത്യയിലേക്ക് പോകാൻ അല്ലാതെ തന്നെ രാഷ്ട്രീയമായിട്ട് നമുക്കിത് വിശദീകരിക്കാൻ കഴിയുന്നത്. നമുക്ക് കുറച്ച് മുന്നിൽ നിന്ന് വരാം. ആദ്യത്തെ ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്ന ലോകത്തിൽ തന്നെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ തകർത്ത് അതിൻ്റെ അങ്ങനെ കേസരി മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്ന പേരാർജിച്ചതാരാ? മന്നത്ത് പത്മനാഭൻ എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്കെതിരെ ഒരു സമരം നയിക്കാൻ പ്രേരിതമായിട്ടുള്ള വർഗവികാരം? അത് നമ്മൾ ആലോചിക്കണം. ഇറ്റ് ഈസ് ക്ലാസ് ഇൻട്രസ്റ്റ് ഓഫ് ദി നായർ കമ്മ്യൂണിറ്റി ഇൻ കേരള. റോബിൻ ജെഫ്രി എഴുതിയ പുസ്തകം ആ ക്ലാസ് ഇൻട്രസ്റ്റ് വളരെ വ്യക്തമായിട്ട് വന്നു. ഡിക്ലൈൻ ഓഫ് നായർ ഡൊമിനൻസ് ഇൻ കേരള എന്ന് പറയുന്നത് നാടുവാഴിത്തരും മാടമ്പികളുമായിരുന്ന വളരെ സ്വത്തുക്കളുടെ ഉടമകളുമായിരുന്ന ഒരു വിഭാഗം നശിച്ചു നാറാണക്കല്ല് വെച്ചുകൊണ്ട് ദാരിദ്ര്യത്തിൻ്റെ പിച്ചപ്പാള എടുക്കേണ്ടി വന്ന ഗതികേടിലേക്ക് പോയത്. അത് വളരെ വേറൊരു സമുദായത്തിന് ഒരിക്കലും ലോക ചരിത്രത്തിൽ തന്നെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ പരിണാമമായിരുന്നു. അതിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ച പുരോഗമന ആശയങ്ങളുള്ള ആൾ തന്നെയായിരുന്നു മന്നത്ത് പത്മനാഭൻ. എങ്കിലും അദ്ദേഹത്തിൻ്റെ ക്ലാസ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരാണ്, കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്കെതിരെയാണ്. അതുതന്നെയായിരുന്നു മലയാള മനോരമ പ്രതിനിധാനം ചെയ്യുന്ന കേരളത്തിലെ ക്രിസ്ത്യൻ മധ്യവർഗത്തിൻ്റെയും താല്പര്യം. അതുകൊണ്ടാണ് കണ്ടത്തിൽ കുടുംബം പറഞ്ഞത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1956 മുമ്പ് പറഞ്ഞതാണ്, ഏതെങ്കിലും വിധത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ ഞങ്ങൾ കുടുംബത്തോടെ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യും. അങ്ങനെ ആത്മഹത്യയൊന്നും ചെയ്തില്ല, പക്ഷേ കമ്മ്യൂണിസ്റ്റ് വിരോധം ആ പത്രത്തിൻ്റെ ഓരോ അക്ഷരങ്ങളിലും വടിവട്ട അക്ഷരങ്ങളായിട്ട് നിലനിന്നിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇപ്പോഴും ഉണ്ട്. ആ ക്ലാസ് ഇൻട്രസ്റ്റിൻ്റെ ആ ക്ലാസ് സ്ട്രഗിൾ ഇപ്പോഴും ഉണ്ട്. അതാണ് താല്പര്യം. ഈ താല്പര്യത്തിന് ഇപ്പോൾ എന്തു സംഭവിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇതിൻ്റെ ഉത്തരം സാധാരണഗതിയിൽ ഒരൊറ്റയാൾക്കും അഭിമുഖം കൊടുക്കാത്ത ആളാണ് മണിച്ചേട്ടൻ എന്ന് വിളിക്കുന്ന നമ്മുടെ സുകുമാരൻ നായർ ചേട്ടൻ. അദ്ദേഹം പെരുന്ന ചങ്ങനാശ്ശേരി ആശുപത്രിയിൽ ഒരു ചികിത്സ കഴിഞ്ഞപ്പോൾ വിശ്രമിക്കുന്ന സമയമാണ്. പക്ഷേ തിരക്ക്, കാരണം എല്ലാ നേതാക്കന്മാരും കണ്ടുകൊണ്ടിരിക്കും. സാധാരണഗതിയിൽ അദ്ദേഹം ഒരു ചാനലിൽ നിന്ന് ഫോണിൽ വിളിച്ച് ചോദിച്ചാൽ മറുപടി കൊടുക്കാറില്ല. പത്രക്കാർ വന്നാൽ, അതും തിരഞ്ഞെടുക്കപ്പെട്ട മാതൃഭൂമിയോടുള്ള പത്രക്കാർ വന്നു കഴിഞ്ഞ് പരിചയത്തിൻ്റെ പേരിൽ അഭിമുഖം കൊടുത്തെങ്കിലായി, പലപ്പോഴും കൊടുക്കാറില്ല. അങ്ങനെ പബ്ലിസിറ്റി ആഗ്രഹിക്കുന്ന ആളുകൾ. പക്ഷേ കൈരളി ചാനലിൻ്റെ പ്രതിനിധിയോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, വളരെ പ്രധാനപ്പെട്ട ആകുവൻ. അത് കോൺഗ്രസുമായിട്ട് കൂട്ടിച്ചേർത്തുപോയി പറഞ്ഞത് കാര്യം. പണ്ടൊക്കെ ആണെങ്കിൽ കോൺഗ്രസ്സുകാർ വളരെ സാധാരണ നമ്മുടെ സംസാര ഭാഷയിൽ തന്നെ ഒരു ഔപചാരികതയുടെ കാപട്യം. കോൺഗ്രസ്സുകാർ ഇവിടെ വന്ന് ഓരോരോ കാര്യങ്ങളിലും ചർച്ച നടത്താറുണ്ട് തീരുമാനങ്ങൾ എടുക്കും മുമ്പ്. പക്ഷേ ഇപ്പോൾ അവരൊന്നും വരുന്നില്ല, ചർച്ച എടുക്കുന്ന പരിഭവത്തോടു കൂടിയല്ല പറഞ്ഞ അങ്ങനെയൊന്നും വരുന്നില്ല. അത് തന്നെയാണ് ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ആ കാര്യം തന്നെയാണ് വലിയ പ്രശ്നം. നായർ സംഘമല്ല, ആഗോള അയ്യപ്പ സംഗമം ശബരിമലയിൽ നടക്കുന്നു. കോൺഗ്രസിൻ്റെ ചർച്ച നടക്കുന്നു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട്. സാധാരണഗതിയിൽ മന്നത്തിനെ, കരുണാകരനാണെങ്കിൽ മന്നത്തിനെ അല്ല NSS ആസ്ഥാനത്ത് നിന്ന് വിളിക്കും. ഇപ്പം ഇങ്ങനെ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ട്, എന്താ കാര്യം, ഇങ്ങനെയൊക്കെ ഒന്ന് വിളിച്ച് ഒരു ചോദിക്കുകയെങ്കിലും ചെയ്യാം, നേരിട്ട് ചെല്ലണമെന്നില്ല. തീർച്ചയായിട്ടും അതൊന്നും ഉണ്ടായില്ല. കോൺഗ്രസ് സ്വന്തമായിട്ടൊരു തീരുമാനം അങ്ങ് എടുത്തിരിക്കുന്നു. നോക്കട്ടെ, NSS തീരുമാനം എടുത്തതിന് പിന്നാലെ കോൺഗ്രസ് പ്രത്യേകമായിട്ടൊരു തീരുമാനം എടുക്കുക. വാസ്തവത്തിൽ ഈ NSSൻ്റെ ക്ലാസ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കോൺഗ്രസിനോട് ചേർന്നായിരുന്നു ഏറെ വർഷങ്ങൾ അങ്ങനെ ആയിരുന്നു. അതാണ് കേരള സമൂഹത്തിന് ഒരു അറിയാവുന്നതുമാണ്. ഈ സമൂഹമൊക്കെ ഇവർ പറയുമ്പോഴും എപ്പോഴും ഒരു കോൺഗ്രസ് ചായ്വുണ്ടായിരുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചു അവർ രൂപവൽക്കരിച്ച. പക്ഷെ അവിടെ ഉള്ള ഒരു കോൺട്രവേഴ്സി എന്ന് പറയപ്പെടുന്നതാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞത്, കൈരളിയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ സ്വീകരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത്. കാരണം ഇടത് ആഭിമുഖ്യം
നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്നതല്ല എന്നുള്ള തരത്തിലേക്ക് NSSന്റെ ജനറൽ സെക്രട്ടറി അത്തരത്തിലൊരു വാർത്ത പറയുമ്പോൾ അത് കേൾക്കാതിരിക്കാൻ കേരളത്തിന് കഴിയില്ല. അപ്പോൾ അതിന് പിന്നിലുള്ള രഹസ്യം എന്താണ്? അവിടെയാണ് ഞാൻ ഈ സുകുമാരൻ നായരുടെ ഹിഡൻ അജണ്ടയെ കുറിച്ച് അതിലൊരു കാര്യം ഇതാണ്, കോൺഗ്രസുമായിട്ടുള്ള ആശയവിനിമയം കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് നിലനിൽക്കുന്നു. ഒന്നാമത്തെ കാര്യം. അല്ല, ഒരു നിമിഷം ഞാൻ ഇടപെടുകയാണ് പറയുന്നത്. മറ്റൊന്നുമല്ല, അങ്ങനെയുള്ള ഒരു താല്പര്യമാണോ, അതോ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന അതടക്കമുള്ളവർ ചേർന്നുള്ള UDF എന്ന് പറയപ്പെടുന്ന സംവിധാനം ഇനി ഒരിക്കലും അധികാരത്തിലേക്ക് എത്തില്ല എന്നുള്ള തോന്നലാണോ? ഇതിലാണോ? അതായത് അധികാര കേന്ദ്രങ്ങളിൽ എപ്പോഴും ചേർന്ന് നിൽക്കുക, സ്വന്തം കാര്യങ്ങൾ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നൊക്കെ ഉള്ള ചില തീരുമാനങ്ങൾ. അതാണല്ലോ ഈ സമുദായ ആചാര്യന്മാർ എപ്പോഴും ചെയ്ത്. അത് ഇദ്ദേഹം മാത്രമല്ല, SNDPയുടെ വലിയ നേതാവ് വെള്ളാപ്പള്ളിയും ഒക്കെ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ അത്തരത്തിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയിലാണോ NSS ഇടതിനോട് അടുക്കുന്നത് എന്നുള്ളത്? അല്ല, ഇതൊരു കാര്യം അദ്ദേഹം മനസ്സിൽ നിന്ന് അദ്ദേഹം നേരിട്ട് പറഞ്ഞ ഒരു കാര്യം ഇതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, കാരണങ്ങൾ പലതുണ്ട്. അദ്ദേഹം മനസ്സിൽ നിന്ന് ഇതേ പറയാൻ പറ്റും. വേറൊരു പ്രധാനപ്പെട്ട കാര്യം VD സതീശൻ പറഞ്ഞിരുന്നു, അങ്ങനെ സമുദായ നേതാക്കന്മാരുടെ തെണ്ണ നിരങ്ങാനൊന്നും കോൺഗ്രസിനെ കിട്ടില്ല, അതല്ല ഞങ്ങളുടെ പരിപാടി. പരമപുച്ഛത്തോട് വീണ്ടും ഈഗോ വർക്ക് ചെയ്യുകയാണ്. അതെ. അപ്പം തന്നെ അന്ന് തന്നെ സുകുമാരൻ നായർ ഇതിന് മണിക്കൂർ ഇയാൾ വെറുതെ കാപട്യം പറയുകയാണ്. പറവൂർ തെരഞ്ഞെടുപ്പിന് മുമ്പ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റിനെയും കൊണ്ടുവന്നിട്ട് 1.5 മണിക്കൂറാണ് എന്നോട് ഇയാൾ ചർച്ച നടത്തിയത്. എന്തൊരു കള്ളമായി പറയുന്ന ആളുകളുടെ മുമ്പിൽ ആളാവാൻ വേണ്ടി. സുകുമാരൻ നായർ ഇത് കേൾക്കത്തല്ലെന്നാണോ സതീശൻ വിചാരിച്ചത്? അപ്പോൾ അവിടെ സതീശനൊരു തെറ്റുപറ്റി. അങ്ങനെ പറയാൻ പാടില്ല, ഇവരെ വെറുപ്പിക്കാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം ഗോവ ഞെട്ടിക്കുന്നതാണ്. NSSന്റെ കരയോഗങ്ങളിലുള്ള ഭൂരിപക്ഷം തിരുവനന്തപുരത്ത് മാത്രമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഞാൻ പേഴ്സണലായിട്ടൊരു സർവേ നടത്തി നോക്കിയതിൽ കണ്ടത് 99% ആളുകളും മോദിക്ക് അനുകൂലം. BJPക്ക് അനുകൂലമൊന്നും ഞാൻ പറയുന്നില്ല. മോദി ഇപ്പോൾ നടത്തുന്ന ഭരണം, ആ രീതിയിലുള്ള ഭരണമാണ് ഇന്ത്യക്ക് വേണ്ടത്. നമുക്ക് NSSനൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ആ രീതിയിലുള്ള ഭരണമാണ്. കാരണം ഈ നമ്മുടെ സെൽഫിഷ്നെസ് അല്ലല്ലോ വേണ്ടത് അവിടെ. രാജ്യത്തിന് നല്ലത് ഏതെന്നുള്ളൊരു ചിന്തയാണ് നായന്മാർക്ക് പൊതുവെ ഉള്ളത്. രാജ്യത്തിന് നല്ലത് അത് തന്നെയാണെന്നൊരു ചിന്തയാണ് വന്നിരിക്കുന്നത്. 99% പേരും പച്ചയായിട്ട് ചിലപ്പോൾ പച്ച തെറികൾ ഉപയോഗിച്ചു. ഇത് ഇങ്ങനെ ആരോട് ചോദിച്ചുകൊണ്ടായി തീരുമാനം എടുത്തതെന്നും പറഞ്ഞിട്ടും അവരെല്ലാം വിശ്വസിക്കുന്ന ഈ റൂമറുകളുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ മകൾക്ക് MLA സ്ഥാനം കിട്ടാനാണ്, അദ്ദേഹത്തിൻ്റെ മകളെ MG യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലറാക്കാണ്, അതല്ല അദ്ദേഹത്തിൻ്റെ മരുമകനായ ആൾ ധനുവച്ചോരം ബാങ്കിൽ ഉദ്യോഗത്തിൽ കയറി ഡിഗ്രി പോലും ഇല്ലായിരുന്നു. ആ ഫ്രോഡ് അദ്ദേഹം രാജിവെച്ച് പോയിട്ടുണ്ട്, എങ്കിലും അത് അവിടെ നിൽക്കുകയാണ്. ഒരു ഫ്രോഡാണ്. ഏകദേശം 17-18 വർഷത്തോളം 18 വർഷം ശമ്പളം വാങ്ങിച്ചു. ഫ്രോഡാണത്. അപ്പോൾ പിന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് കേസാണ്. 18 വർഷം അതിന് പ്രശ്നമല്ല. അപ്പോൾ അങ്ങനെ ഒരു ഫ്രോഡ് നടത്തിയ ആളിനെ പിടിക്കണം, ജീവിച്ചിട്ടുണ്ടെങ്കിൽ. ഇല്ല, മരിച്ചെങ്കിൽ പ്രശ്നമില്ല. അങ്ങനെയുള്ള കേസുകൾ ഇതൊക്കെ കൊണ്ടാണ് ഇത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാനതിനൊന്നും നമുക്ക് തെളിവില്ല, അതുകൊണ്ട് നമ്മളതിനെ ശരിയോ തെറ്റോ എന്ന് നമ്മൾ കണക്കാക്കുന്നില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, കോൺഗ്രസ് ഇത്ര വലിയ പാനിക്ക് കാണിക്കേണ്ട കാര്യമില്ല. കോൺഗ്രസിൻ്റെ നേതാക്കളെ ഓരോരുത്തരോരുത്തരായിട്ട് പോകാൻ തിരുവഞ്ചൂർ പോകുന്നു, കൊടിക്കുന്നിൽ സുരേഷ് പോകുന്നു, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പോയി. അതിനൊക്കെ മുമ്പെയാണ് PJ കുര്യൻ പോയി കണ്ടു. ആ ഓരോരുത്തരും പോയി ഓരോരുത്തരെ ഈ അന്ധന്മാർ ആനയെ കാണുന്ന പോലെ ലക്ഷണം പറയുന്നു. സമദൂരത്തിൽ തന്നെ നിൽക്കുക, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ നോക്കിയിട്ട് സമദൂരമാണ്, കുഴപ്പമൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടില്ല. മതിലൊക്കെ നോക്കിയിട്ട് അയൽക്കാർ സമദൂരം നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട്. ഈ സമദൂരം എന്താണ്, ശരിദൂരം എന്താണ് എന്ന് പറയുന്നത്. സമദൂരത്തിന് വിരുദ്ധമാണ് ശരിദൂരം എന്നാണ് ചില രാഷ്ട്രീയക്കാരെങ്കിലും വിചാരിച്ചിരിക്കുന്നത്. ഈ സമദൂരം എന്ന് പറഞ്ഞാൽ കുറേ രാഷ്ട്രീയ പാർട്ടികൾ, ആ പാർട്ടികളിൽ നിന്നെല്ലാം കൃത്യമായ അകലം പാലിക്കുക, അതാണ് നമ്മൾ സമദൂരം എന്ന് പറയുന്നത്. എന്നിരിക്കെ അതിലേതെങ്കിലും ഒരു പാർട്ടി ശരിയായ നിലപാട് എന്ന് പറഞ്ഞാൽ സമുദായത്തിന് അനുഗുണം, പിന്നെ രാഷ്ട്രത്തിന് അനുഗുണമല്ല ഇവിടെ, ഈ NSS സമുദായത്തിന് അനുകൂലമായിട്ടൊരു തീരുമാനം എടുക്കുന്നു. ആ തീരുമാനത്തെ സപ്പോർട്ട് ചെയ്യുന്നു. എവിടെ നിന്നുകൊണ്ടാണ്? ഒരടി പോലും മുന്നോട്ട് മാറുന്നില്ല, 1 ഇഞ്ച് പോലും മുന്നോട്ട് മാറാതെ അവിടെ തന്നെ നിന്നുകൊണ്ട് എടുക്കുന്ന അതിനാണ് ശരിദൂരം എന്ന് പറയുന്നത്. അങ്ങനൊരു ശരിദൂരമാണ് അയ്യപ്പ സംഗമത്തിൻ്റെ കാര്യത്തിലെടുത്തത്. ഞങ്ങളിപ്പോഴും സമദൂരത്തിലാണെന്നുള്ളത്. അവിടെ നമുക്കറിയാം, നാമജപ ഘോഷയാത്രയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളുണ്ടായപ്പോൾ LDF സ്വീകരിച്ച നിലപാട് എന്താണെന്ന് ആരും മറന്നിട്ടില്ല. ഇതേ നായന്മാർ തന്നെയാണ് അന്ന് ഈ പറയുന്ന നാമജപ ഘോഷയാത്രയ്ക്ക് മുന്നിട്ട് നിന്നതും. നമ്മൾ സ്ത്രീകളടക്കമുള്ളവർ, നായന്മാരുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരടക്കം ഇതിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അന്നത്തെ നാമജപ ഘോഷയാത്രയെ വിജയിപ്പിക്കുവാൻ ശ്രമിച്ചതും അവരാണ്. ഇന്ന് LDF സ്വീകരിക്കുന്ന ഈ അയ്യപ്പ സംഗമത്തിലേക്ക് എത്തുന്നു എന്ന് പറയപ്പെടുമ്പോൾ അതിനകത്തൊരു വിരോധാഭാസമുണ്ട്. അത് ഈ സുകുമാരൻ നായർ സ്വീകരിക്കുന്ന നടപടികളെല്ലാം നായന്മാരെല്ലാം അത്തരത്തിൽ അനുസരിക്കുമെന്നുള്ള തരത്തിലേക്ക് സുകുമാരൻ നായർ പറഞ്ഞാൽ കേൾക്കുന്നതാണോ ഇവിടുത്തെ നായന്മാർ? ഒരിക്കലും അല്ല. അതാണ് ഗോപൻ, അതാണ് പോയിന്റ്. ആ പോയിന്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്.
ഇപ്പോൾ സുകുമാരൻ നായർ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് NSS കരയോഗങ്ങളിലെ ആൾക്കാർ ആരും അവരുടെ അഭിപ്രായം മാറ്റാൻ പോകുന്നില്ല. വ്രണമേൽപ്പിച്ചു. താങ്കൾ ഈ പറഞ്ഞ നാമജപ ഘോഷയാത്ര ഒരിക്കലും എന്തെങ്കിലും പ്രശ്നത്തിൽ തെരുവിലിറങ്ങാത്ത അമ്മമാർ, പെൺകുട്ടികൾ, യുവതികളെ ഉൾപ്പെടെ ആൾക്കാർ തെരുവിലിറങ്ങി. തിരുവനന്തപുരം തൊട്ട് പന്തളം തൊട്ട് തിരുവനന്തപുരം വരെ അച്ചൻകോവിലാർ ഒഴുകുന്നത് പോലെ അല്ലെങ്കിൽ പമ്പാനദി ഒഴുകുന്നത് പോലെ ഒരു ഫ്ലോ ആയിരുന്നു. അത് ഇറ്റ് വാസ് എ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഇമോഷൻസ്. അത് എപ്പോഴും സംഭവിക്കുന്നില്ല. സംഭവാമി യുഗേ യുഗേ എന്ന് പറയുന്നത് യുഗങ്ങളിൽ മാത്രം സംഭവിക്കുന്ന ഒന്നാണത്. അങ്ങനെയൊന്നായിരുന്നു. അല്ല, അത് മറക്കാനുള്ള മനസ്സില്ല. അത്തരത്തിലുള്ള സ്ത്രീകളടക്കമുള്ളവർക്കായിട്ടില്ല. അവിടെ തെറ്റുന്ന അവിടെയാണ് ഈ ഇദ്ദേഹത്തിന്റെ ഈ നിലപാടെന്ന്. അദ്ദേഹം നിലപാടെടുത്തോട്ടെ, അതിനും ഒരു വഴക്കുണ്ടാക്കാം. അത്തരം വലിയൊരു നാമജപ ഘോഷയാത്ര നടന്ന സാഹചര്യം പോലൊരു സാഹചര്യമല്ല. അദ്ദേഹം പറഞ്ഞോട്ടെ. NSS നേതാക്കന്മാർ പണ്ടും പറഞ്ഞ. ഞാൻ അവിടെയാണ് ചോദിക്കുന്നത്, ഈ NSS എന്ന് പറയപ്പെടുന്ന ഒരു സംഘടന അല്ലെങ്കിൽ സമുദായ സംഘടന, ആ സമുദായ സംഘടനയ്ക്ക് ഒരു നേതാവുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് കേൾക്കാൻ മാത്രം മണ്ടന്മാരാണോ ഈ പോയിന്റ്? അതായത് പറഞ്ഞു വരുന്നത് അല്ല. 100% നോ. അങ്ങനെയാണെങ്കിൽ NDP കേരളത്തിലെ പ്രമുഖ കക്ഷിയായിട്ട് മാറത്തില്ലേ? എന്തേ പിരിച്ചുവിട്ടത്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഞാനൊരു സർവേ എടുത്തതാണ്. കരയോഗത്തിലെ അംഗങ്ങളോടല്ല, ഡിജിറ്റലായിട്ടും കോൺടാക്ട് ചെയ്തും വിസ്പർ ക്യാമ്പിനായിട്ടും ഒക്കെ ചെയ്തപ്പോൾ കേരളത്തിൽ എത്ര കരയോഗങ്ങളുണ്ട് ഗോവനറിയോ? 4000 കരയോഗങ്ങളാണ്. ഈ കരയോഗങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇത്രയും പ്രചാരത്തിലെത്തിയത്? വിവാഹം, അപരക്രിയ തുടങ്ങിയ ചടങ്ങുകൾക്ക്. ഇപ്പോൾ ഈ രണ്ടിനും NSSൻ്റെ ആവശ്യമില്ല. ഇവൻ്റ് മാനേജ്മെൻറ്റുകാർ നടത്തിക്കൊള്ളുന്നുണ്ട്. പിന്നെ വിവാഹ സർട്ടിഫിക്കറ്റ് എന്നും പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. NSSൻ്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ഏത് കെട്ടിടത്തിലോ കമ്മ്യൂണിറ്റി ഹാളിലാണോ നടക്കുന്നത് അവരുടെ ഒരു സർട്ടിഫിക്കറ്റ് മതി രജിസ്റ്റർ ചെയ്യാൻ കല്യാണം. ഈ പ്രസക്തിയെ നഷ്ടപ്പെട്ട NSSൻ്റെ, മനസ്സിലായില്ലേ? അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ കുറേ കോളേജുകളുണ്ട്, സ്കൂളുകളുണ്ട്. അവിടെയൊക്കെ നിയമനം നടത്താനും പിന്നെ എസ്റ്റേറ്റുകൾ കാശ് വാങ്ങിക്കാം, നിയമനം നടത്താം എന്ന് പറയുന്ന അത് മാത്രമാണ് നടക്കുന്നത്. അത് കാശ് കൊടുത്താലും നിയമനം കിട്ടണമെങ്കിൽ അവിടുത്തെ മാർപ്പാപ്പയുടെ അനുഗ്രഹം, അതിനുള്ള പ്രീതിപ്പെടുത്തും. അങ്ങനെയാണ് ഈ ഡയറക്ടർ ബോർഡ് എന്നൊരു സംവിധാനം. അതിനുവേണ്ടി ആ പ്രീതി സമ്പാദിച്ചുകൊണ്ട് അവരുടെ ആൾക്കാരെ ജോലി കയറ്റുക. അതുകൊണ്ട് അവരാരും എതിർത്തൊന്നും പറയത്തില്ല. പക്ഷേ ഇവരല്ല തീരുമാനിക്കുന്നത്. വോട്ട് തീരുമാനിക്കുന്ന ആരാ? ഇവർ തന്നെ പോയിട്ട് പിന്നെ BJPക്ക് വോട്ട് ചെയ്യും. നോക്കിക്കോ, ഇവർ തന്നെ BJPക്ക് വോട്ട് ചെയ്യും. അവിടെ ഇരുന്നുകൊണ്ട് കാര്യം സാധിക്കും. അത് അങ്ങ് പറഞ്ഞതാണ് ശരിയെന്ന് പറയും. ഇല്ലേ? തിരുവിതാംകൂറിലെ ഒരു രാജാവ്, അവിടെയാണ് എൻ്റെ ചോദ്യം. അല്ല, പറഞ്ഞാലേ വ്യക്തമാവും. പാൽപ്പായസം കഴിച്ചിട്ട് രാജാവ് ഈ പഞ്ചസാരയ്ക്ക് വലിയ കയ്പെന്ന് പറഞ്ഞ് മാറ്റിവെച്ചു. ഇത് കണ്ടുകൊണ്ട് രാജഭക്തന്മാരെല്ലാം കൂടെ കുടിക്കാതിരുന്നു പാൽപ്പായസം എടുത്ത് ശരിയാ രാജാവ് പറഞ്ഞ കൽപ്പ. കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞു പഞ്ചസാരയുടെ കയ്പ് എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ പറയാൻ ഒരു കുഞ്ചൻ നമ്പ്യാരില്ല അവിടെ ഡയറക്ടർ ബോർഡിൽ. പക്ഷേ കരയോഗങ്ങളിലുണ്ട് പരസ്യമായിട്ട്. ഇയാളോട് ആര് പറഞ്ഞ് ഈ തീരുമാനം എടുക്കാൻ? അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്. വേറൊരാൾ പറഞ്ഞത് പിതൃശൂന്യമായ തീരുമാനം. NSSകാരൻ തന്നെയാണ് പറഞ്ഞത്. ഇവരൊന്നും അത് പരസ്യമായിട്ട് പറയത്തില്ല. പക്ഷേ കരയോഗങ്ങളുടെ വോട്ട് 99% പോകുന്നത് ഈ ശബരിമലയിൽ കാണിച്ച ഈ അതിക്രമം കൊണ്ട് തന്നെ. ആണുങ്ങളും പെണ്ണുങ്ങളും വനിതാ സമാജമുണ്ട്. ആ സമാജങ്ങളിലെ എല്ലാം വോട്ട് പോകുന്നത് BJPക്ക് തന്നെ ആയിരിക്കും. ഒരു സംശയമില്ല. അതുകൊണ്ടാണ് BJPക്ക് ഈ കാര്യത്തിൽ ടെൻഷൻ. അപ്പോൾ അവിടെയാണ് എൻ്റെ ചോദ്യം. ഈ സുകുമാരൻ നായർക്ക് പ്രത്യേകമായിട്ട് സ്വന്തം കാര്യത്തിൽ എന്തൊക്കെയോ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്ന് പറയുന്നു. നമുക്കറിയില്ല, ഉണ്ടായിരിക്കണമല്ലോ. അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന പോലെ സമൂഹം, സമുദായം എന്ന് പറയപ്പെടുന്നത് അവർക്കിഷ്ടമുള്ള, അവരാഗ്രഹിക്കുന്ന, അവർ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ അവരാഗ്രഹിക്കുന്നത് വളർച്ച ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല അവർ കുറച്ചുകൂടി ഉന്നമനം ആഗ്രഹിക്കുന്നുണ്ട്. സമുദായ സംഘടന അല്ലെങ്കിൽ സമുദായത്തിന് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും സംഭവിക്കാതിരിക്കുമ്പോൾ ഈ ഇടതിൻ്റെ കൂടെ നിൽക്കണമെന്നോ വലതിൻ്റെ കൂടെ നിൽക്കണമെന്നോ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ ഇടതിൻ്റെ കൂടെ നിൽക്കണമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തപ്പെടുന്നത് സ്വന്തം താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് നമ്മൾ കരുതേണ്ടി വരില്ലേ? സുകുമാരൻ നായരുടെ സ്വന്തം താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി. അതങ്ങനല്ല ഗോപ, അതെനിക്കറിയാം. അത് രഹസ്യമായിട്ട് പത്രക്കാർക്കും കിട്ടാത്ത ഒരു വാർത്തയാണ്. സംഭവം എന്ന് വെച്ചാൽ ഈ നമ്മുടെ VN വാസവൻ എന്ന് പറയുന്നത് നമ്മൾ കരുതുന്ന പോലെ ഹെവി ഡിപ്ലോമാറ്റാണ്. ഹെൻറി കിസിംഗർ എങ്ങനെയായിരുന്നു അമേരിക്കയ്ക്ക്, അതുപോലെയാണ് CPMന് ഈ നമ്മുടെ VN വാസവൻ. നമ്മളെല്ലാം കേട്ട് PS പ്രശാന്ത് പോയി നേരിട്ട് വിളിച്ചു എന്നാ. VN വാസവൻ രഹസ്യമായിട്ട് പെരുന്നയിൽ പോയിരുന്നു. പെരുന്നയിൽ പോയി അദ്ദേഹത്തിനെ കണ്ടു. ഇദ്ദേഹം ആവശ്യപ്പെട്ടത് മുഴുവൻ സമ്മതിച്ചിട്ടാണ് VN വാസവൻ വന്നത്. ഒന്നാമത്തെ കാര്യം, ഈ കേസുകളിൽ നാമജപ ഘോഷയാത്രയ്ക്ക് എടുത്തിട്ടുള്ള കേസുകൾ അപ്പടി പിൻവലിച്ചുകൊള്ളാം. ഇനി മേലിൽ യുവതിയായിട്ടൊരാളിനെ ശബരിമലയിലേക്ക് കയറ്റിക്കൊണ്ടുവരും മേലാലില്ല. അബദ്ധം പറ്റിപ്പോയതാണ്. അതുപോലെ വേറെ പേഴ്സണലായിട്ട് ആവശ്യങ്ങളൊന്നും വെച്ചിട്ടുള്ളതെന്നാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ വന്ന് അബദ്ധ പറഞ്ഞൊരു മന്ത്രിയാണ്, ദേവസ്വം ബോർഡിൻ്റെ കൂടി മന്ത്രിയാണ്.
ആ വഴിക്ക് ചിലപ്പോൾ സ്ഥാപിത താല്പര്യങ്ങൾ എന്തെങ്കിലും കണ്ടെത്തും. സ്ഥാപിത താല്പര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ സമുദായ സംഘടന, സമുദായത്തിലെ താങ്കൾ പറഞ്ഞ പോലെ 95% പേരും BJPക്ക് വോട്ട് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് താങ്കൾ പറയുന്നത്. തയ്യാറല്ല. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയായിരുന്നു. എനിക്കതിനോട് അത്രത്തോളം എനിക്ക് ആ ഒരു തരത്തിൽ താങ്കൾ പറഞ്ഞതിനോട് അത് താങ്കളുടെ ഒരു അഭിപ്രായം കൂടിയാണല്ലോ, അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ എനിക്ക് അത്തരത്തിൽ അറിയില്ല. പക്ഷേ എങ്കിലും ഭൂരിപക്ഷം പേര് വരുന്നവർ ചിലപ്പോൾ ചെയ്യുന്നത് അത്തരത്തിൽ BJPക്ക് ആണെങ്കിൽ കൂടിയും എന്തുകൊണ്ടാണ് സുകുമാരൻ നായർ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാതെ ഇടതിനോട് ആഭിമുഖ്യം കാണിക്കുന്നത് എന്നുള്ളതാണ് ഈ കോൺട്രവേഴ്സി ഉണ്ടായിരിക്കുന്നത്. ഇടതിനോട് ആഭിമുഖ്യം കാണിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് ഭരണപക്ഷമാണ്. ആ ഭരണപക്ഷത്തിന് ചെയ്തു തീർക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. അത്തരത്തിൽ ഭരണപക്ഷത്തിനോടൊപ്പം ചേർന്ന് നിന്നാൽ തൻ്റെ സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് മാത്രം NSS എന്ന് പറയപ്പെടുന്ന ഒരു സംഘടനയെ കൂച്ചുവിലങ്ങിട്ട് തൻ്റെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ തൻ്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഞാനൊരു കാര്യം പറയാം. പണ്ടൊരിക്കൽ രമേശ് ചെന്നിത്തലയെ പിന്നെ മുഖ്യമന്ത്രിയാക്കണമെന്ന് പറഞ്ഞ് വലിയ ബഹളമാണ്. അതെ, മറ്റേ താക്കോൽ സ്ഥാനത്തേക്ക് കൊണ്ടുവരാം. അതെ, അന്ന് പിന്നെ ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രിയാണ്. ഉമ്മൻചാണ്ടിക്കെതിരെ ഇങ്ങനെ അവർ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ സമയത്ത് ഉമ്മൻചാണ്ടി ഒരു കത്ത് അങ്ങോട്ട് വിട്ടു. അതായത് താങ്കളുടെ പേരിലൊരു കേസ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് എന്ത് വേണമെന്ന് പറയുക. അതോടുകൂടി രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയുള്ള പിടിവാശി NSS ഉപേക്ഷിച്ചു എന്ന് പറയുന്നത് പോലെ NSS എന്ന് പറയുന്ന ഒരു അടിസ്ഥാന കാര്യം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നോൺ പ്രോഫിറ്റബിൾ കമ്പനി എന്ന പേരിലാണ്. അതിന് അംഗീകാരം കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. പക്ഷേ അത് രജിസ്റ്റർ ചെയ്യുന്നത് കേരളത്തിലെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ഈ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വിചാരിച്ചു കഴിഞ്ഞാൽ വല്ലാതെ ഉപദ്രവിക്കാൻ പറ്റും NSS. ഉറപ്പാണല്ലോ, ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ ഓരോ വർഷത്തെ ബഡ്ജറ്റ് കാണുമ്പോൾ നമുക്കറിയാമല്ലോ. പറയാമല്ലോ. ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ ബജറ്റുള്ള സമുദായ സംഘടനയാണ്. പക്ഷേ ഈ കരയോഗങ്ങളുടെ എണ്ണം 40,000 എന്നാണ് കാണിച്ചിരിക്കുന്നത്. 40,000 കുറച്ച് കൂടുതലുണ്ടെങ്കിൽ 60,000 കാണും. ചെറുപ്പക്കാരൊന്നും ഇതിൽ ആകൃഷ്ടരായിട്ട് ഇപ്പോൾ വരുന്നുമില്ലെന്നേ. ഇത്ര വലിയ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല NSSനെ രാഷ്ട്രീയമായിട്ട്. അതെ, അങ്ങനെ പേടിക്കേണ്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തീരുമാനിച്ചാൽ മതി. NSSനെ എന്നല്ല, ഏതൊരു സമുദായ സംഘടനകളെയും പേടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ കാരണം ഈ സമുദായ ആചാര്യന്മാരോ അല്ലെങ്കിൽ സമുദായ ജനറൽ സെക്രട്ടറിമാരോ പറയുന്നിടത്തല്ല സമുദായ അംഗങ്ങൾ തീരുമാനമെടുക്കുന്നത് എന്നുള്ളതാണ്. അത് തന്നെയല്ല, NSS മാത്രമല്ലല്ലോ അവിടെ പോയത്. SNDP യൂണിയൻ പോയി. അവർ അടുത്തടുത്താണല്ലോ. സംഗീത് കുമാറും വെള്ളാപ്പള്ളിയും അടുത്താണല്ലോ. KPMS പോയില്ലേ? പോയി. എന്താ അവരുടെ പുറകെ ഒന്നും പോവാത്തത്? പുന്നല ശ്രീകുമാറിൻ്റെ പുറകെ അവർ പോകാത്ത എന്താ അവർ കുറഞ്ഞ സമുദായക്കാരായോണ്ടോ? എനിക്ക് മനസ്സിലാവുന്നില്ലത്. അതുകൊണ്ട് ഇത് 40,000 50,000 പേര് കാണും. ചെറുപ്പക്കാരുടെ എണ്ണം വളരെ കുറവുമുള്ള ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിച്ച് ഒരു പാനിക് ബട്ടൺ അമർത്തേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതായത് ഈ സമുദായ സംഘടനകൾക്ക് മുമ്പിൽ തലകുനിച്ചു കൊടുക്കേണ്ട ആവശ്യം ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും ഇല്ല. രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോവുക, സമുദായ സംഘടനകൾ അവരുടെ ആവശ്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുക. ഈ സമുദായ നേതാക്കൾ പറയുന്ന പോലെ സമുദായത്തിൻ്റെ അംഗങ്ങൾ കേൾക്കണമെന്ന് നിർബന്ധമില്ലെന്നുള്ളത് വളരെ നല്ലൊരു കാര്യവുമാണ്. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.